ഏതൊരു ബിസിനസ്സിനെക്കാളും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ജസ്റ്റ് റെഫറൻസ് മാത്രമേ ഉള്ളൂ. പാർട്ട് ടൈം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാം. ഒരു 1.5 ലക്ഷം രൂപ വരെ കൊടുക്കാൻ പറ്റും. ഡിപ്പെൻഡ് ആണ് കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ റെഫർ ചെയ്യാം. അപ്പൊ ഇതിനകത്തൊരു എന്താ പറയുക ഏജ് ഗ്രൂപ്പ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എനപ്പ യൂണിവേഴ്സിറ്റിയാണ്. എനപ്പ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഒരു വർഷത്തിൽ 2-3 മന്ത്സ് മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വർഷമായി എടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടിപ്പിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മംഗലാപുരത്താണ്. മംഗലാപുരം യു കൻ സീ ദാറ്റ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ കാട്ടിയും ഒരുപാട് അവസരങ്ങൾ മംഗലാപുരത്തുണ്ട്. അത്തരത്തിലുള്ള നല്ല അവസരങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എന്റെ കൂടെ 2 പ്രമുഖ വിശിഷ്ട വ്യക്തികളുണ്ട്. അവർ ആക്ച്വലി യങ് ഓണ്ടർപ്രണേഴ്സ് ആണ്. അവർ തരുന്ന ഒരു സൂപ്പർ ബിസിനസ് അവസരമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്റെ കൂടെ ഉള്ളത് മിസ്റ്റർ അനൂപ്. ഹായ് സർ. മിസ്റ്റർ അലൻ. ഈ 2 ആൾക്കാരാണ് ഉള്ളത്. ഈ 2 ആൾക്കാരും ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് പറയാൻ പോകുന്നത്. ഇവരുടെ കമ്പനിയുടെ പേര് ചേസ് എന്നാണ്. അപ്പൊ ഈ കമ്പനി തരുന്ന ഓപ്പർച്യൂണിറ്റി അവസരങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. സാറിന്റെ ബിസിനസിനെ കുറിച്ച് ജസ്റ്റ് പറയാം. എന്താണ് ചേസ്? ചേസ് എന്താണ് ചെയ്യുന്നത്? ഞങ്ങള് ചേസ് എന്ന കമ്പനി 2014 തൊട്ട് മംഗലാപുരത്ത് അഡ്മിഷൻ രംഗത്തുള്ളതാണ്. ഞങ്ങൾ പ്രധാനമായിട്ടും മംഗലാപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ അഡ്മിഷൻ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ. അതുകൂടാതെ ഞങ്ങൾ അവർക്ക് വേണ്ട സ്കോളർഷിപ്പുകൾ, അവർക്ക് എക്സാമിന് വേണ്ട ആപ്ലിക്കേഷൻ, അഡ്മിഷൻ കഴിഞ്ഞ് അവർ പഠിച്ച് പാസ്സാക്കി കഴിയുമ്പോൾ അവർക്കുള്ള ജോലി, ഇതിനെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യും. ടെക്നിക്കലി ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആണ്. നിങ്ങൾ 2014 മുതൽ സ്റ്റാർട്ട് ചെയ്തു. മെയിൻ ഓഫീസ് എവിടെയാണ് വരുന്നത് ചേസിന്റെ? കങ്കനാടിയാണ്, മംഗലാപുരം ടൗണിലാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് സാർ മെയിൻ ആയിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? ഞങ്ങള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എനപ്പ യൂണിവേഴ്സിറ്റിയാണ്. എനപ്പ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ദക്ഷിണ കന്നഡയിലെ തന്നെ ഫസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് എനപ്പ. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മളത് ഓതറൈസ്ഡ് പാർട്ട്ണറാണ്, മാർക്കറ്റിംഗ് പാർട്ട്ണറാണ്. ഞങ്ങള് അവിടുത്തെ 200+ പ്രൊഫഷണൽ കോഴ്സസ് ഓൾറെഡി എനപ്പയിൽ അവൈലബിൾ ആണ്. ഏത് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും അവിടെ ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് എനപ്പ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എനപ്പയാണ്. അത് കൂടാതെ മാംഗ്ലൂരിലെ അടുത്ത ശ്രീനിവാസ, ശ്രീദേവി, അജയ് അതുപോലുള്ള കോളേജിൽ നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്. മെയിൻ പ്രൊഫഷണൽ കോഴ്സ് ആണ് നോക്കുന്നത് അല്ലേ? അപ്പം ഞാനിവിടെ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ചേസ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നത്? ജസ്റ്റ് സാർ എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റുഡന്റ് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ, ഒരു +2 കഴിഞ്ഞാൽ ഒരു നോർമലി ഒരു സ്റ്റുഡന്റ് പറയുന്നത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി എന്നാണ്. ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്, ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സസ് ഉണ്ട്. നമ്മുടെ അണ്ടറിൽ ഒരു ഏകദേശം ഒരു 50+ സ്റ്റാഫ്സ് ഉണ്ട്, കൗൺസിലേഴ്സ്, ടെലികോളേഴ്സ് ഒക്കെ. അത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പൊ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മലയാളം അറിയുന്ന സ്റ്റാഫിനെ അവരെ കൗൺസിൽ ചെയ്ത് കറക്റ്റ് അവർക്ക് ഏത് കോഴ്സാണോ കറക്റ്റ് ഉള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏതാണോ കോഴ്സ് പ്രിഫറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് കോഴ്സ് ഫസ്റ്റ് സെലക്ട് ചെയ്ത് അഡ്മിഷൻ മുതൽ എഡ്യൂക്കേഷൻ ലോൺ ആണെന്നുണ്ടെങ്കിലും സ്കോളർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം ചെയ്തു. നിങ്ങൾ മംഗലാപുരം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മംഗലാപുരക്കാർക്ക് മാത്രമാണോ അല്ല ഓൾ ഇന്ത്യക്കാർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എങ്ങനെയാണുള്ളത്? ഞങ്ങൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറയാൻ കാരണം നമ്മള് യൂട്യൂബ് സബ്സ്ക്രൈബർ ആൾക്കാർ കംപ്ലീറ്റ് കേരളത്തിലെ ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ മംഗലാപുരത്തല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾ ഓൾ കേരള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്കുന്നു, നിങ്ങൾ അവർക്ക് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് കോഴ്സ് കൊടുക്കുന്നു, അവർ പ്രോപ്പർ ആയിട്ടുള്ള സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നു. വെരി ഗുഡ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് സാറിന് അറിയാലോ, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയാണ് ചേസ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നത്? പാർട്ട് ടൈം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാം. ഓക്കെ. ഈ കൺസൾട്ടിംഗ് ഫീൽഡിലേക്ക് കടന്നു വരാം. ഓക്കെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു സ്റ്റുഡൻസിനെ അത്യാവശ്യം കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ഒന്ന് പഠിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അതായത് ബേസിക്കലി പറഞ്ഞു കൊടുക്കാനുള്ള പറ്റുന്ന ഒരു വ്യക്തിക്ക് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ റെഫറൻസിനും, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എനപ്പ യൂണിവേഴ്സിറ്റിയിലോട്ട് ഒരു കോഴ്സിന് അവരൊരു കാൻഡിഡേറ്റിനെ റെഫർ ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഒരു റവന്യൂ ഷെയർ നമ്മൾ പർട്ടിക്കുലർ പേഴ്സണ് കൊടുക്കുന്നതായിരിക്കും. അത് ഡിപ്പെൻഡ്സ് കോഴ്സ്, കോളേജ്, അതിനനുസരിച്ചിരിക്കും റവന്യൂ ഷെയർ അവർക്ക് കിട്ടുന്നത്. എന്നാലും ഏതൊരു ബിസിനസ്സിനെക്കാളും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. ജസ്റ്റ് റെഫറൻസ് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. നമ്മളൊരു മിഡിൽ മാൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഓഫീസ് സ്പേസ് വേണമെന്നില്ല,
സംസാരിക്കാൻ ഒരു സ്കില്ല് മാത്രം. ഓക്കെ സാർ, ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ ഇത്തിരി പറഞ്ഞുകൊണ്ട് മംഗലാപുരത്ത് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സിലേക്ക് അഡ്മിഷൻ നമ്മൾ വഴി റെഫറൻസ് കിട്ടി, മാക്സിമം ആക്ച്വലി എത്ര വരെ ഒരു കമ്മീഷൻ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1.5 ലക്ഷം രൂപ വരെ കൊടുക്കാൻ പറ്റും. ഡിപ്പെൻഡ് ആണ്, കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അപ് ടു 1.5 ലക്ഷം വരെ ഡിമാൻഡ് ഉള്ള കോഴ്സുകൾ ഉണ്ട്. അപ്പൊ അത് നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, നമ്മളൊന്ന് ജസ്റ്റ് ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുക, ഈ കോഴ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കുക, വളരെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതാണ്, ഡ്യൂറേഷൻ ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഞാനിത് മനസ്സിലായി, എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ നമുക്കൊരു ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അസോസിയേറ്റ് കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ആവും. അഡ്മിഷൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഡിസംബർ +2 കഴിഞ്ഞു, എല്ലാവരും കോഴ്സിലേക്ക് നോക്കുന്ന സമയമാണല്ലോ. എക്സാം തീരും, അതിനുശേഷമുള്ളൊരു 2 മാസം നല്ല അഡ്മിഷൻ സമയമാണല്ലോ. ഇത് നമുക്ക് പ്രൊഫഷണൽസിന് തന്നെ വേണമെന്നില്ല. നമുക്ക് ഇപ്പം പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ റെഫർ ചെയ്യാം. അപ്പൊ ഇതിനകത്തൊരു എന്താ പറയുക, ഏജ് ഗ്രൂപ്പ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള NGOകൾക്ക് വേണമെങ്കിൽ പാർട്ട്നേഴ്സ് ആവാം. പൊതുപ്രവർത്തകർക്ക് ഇതിന്റെ പാർട്ട്നേഴ്സ് ആവാം. പബ്ലിക്കിനിടയിൽ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ആവാം. ഓൾറെഡി റണ്ണിംഗ് ഉള്ള ബിസിനസ്, ഓൾറെഡി ഓഫീസിലുള്ളവർക്ക് സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാം. ഇൻഷുറൻസ് ഏജന്റ്സ്മാർ എല്ലാവർക്കും ചെയ്യാം. അക്ഷയ സെന്ററിലൊക്കെ ചെയ്യാം. ബേസിക്കലി ഇതിന് നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഒരാളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് റെഫറൻസ് ചെയ്യാം. ശേഷമുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കും ചെയ്യുന്നത്. അഡ്മിഷൻ കിട്ടി എല്ലാം സെറ്റ് ആയതിനു ശേഷം ലൈക്ക് അവർക്ക് കമ്മീഷൻസ് പോകും. ഇനി ഇൻ കേസ് കമ്മീഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എമൗണ്ട് ആ കുട്ടിയുടെ ഫീസിൽ നിന്ന് ഡിഡക്ട് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ളതുകൊണ്ട് പ്രൈവറ്റ് ഉണ്ട്. ഓക്കെ, കൂടാണ്ട് കുട്ടികൾ ആ കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ട് ആ കുട്ടിയുടെ ഫീസിൽ നിന്ന് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, സൂപ്പർ. എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ ആക്ച്വലി ഈ കഴിഞ്ഞ 2-3 വർഷത്തിൽ നിങ്ങളുടെ വളരെ അണ്ടറിൽ വന്ന ആൾക്കാരുടെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്റ്റോറീസ്? കുറെ സ്റ്റുഡൻസ് തന്നെ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ് തന്നെ? ഓക്കെ. നമ്മളുടെ ഒരു സിസ്റ്റം വെച്ച് അവരൊരു ഫസ്റ്റ് ഇയർ ഫീസ് മാത്രമേ അവർ അടക്കാറുള്ളൂ. ഓക്കെ. നമ്മളുടെ സിസ്റ്റം വെച്ച് അവർ വർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫീസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങളുടെ സിസ്റ്റം വഴി അങ്ങനെ ഫീസിലാണ് പഠിക്കുന്നത്. അപ്പൊ അവര് ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് ഏർണിങ്സ് അവര് പഠിക്കുന്നതോട് കൂടെ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി പ്രശ്നമുള്ള കുറെ കുട്ടികൾ നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അവരുടെ പേരന്റ്സ് തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റുഡൻസിന്റെ പാരന്റ്സ് തന്നെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു എക്സ്ട്രാ വരുമാനമായി. അതെ, അവർക്ക് എക്സ്ട്രാ വരുമാനമായി. ഈ ഫീൽഡിൽ തന്നെ നോർമൽ ജോലി ചെയ്യുന്നവർ മാറി ഈ ഫീൽഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർ ലൈഫിൽ ഹാപ്പിയാണ്. ഒരു വർഷത്തിൽ 2-3 months മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വർഷമായി എടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ആ ഹബിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് സെറ്റിൽമെന്റ് അല്ലേ? പക്കാ റിസ്ക് ഫ്രീ വർക്കാണ്. ഒരു ഹെഡേക്കും ഇല്ല. എവിടുന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ജസ്റ്റ് റെഫറൻസ്. സർ, ആക്ച്വലി ചേസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇപ്പൊ ഇവിടെ മംഗലാപുരത്ത് എത്ര ഓഫീസുകളുണ്ട്? മംഗലാപുരത്ത് ഇപ്പൊ ആക്ച്വലി നമ്മൾ കോർപ്പറേറ്റ് ഓഫീസ് കൂടിയിട്ട് 4 ഓഫീസുകളുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ടീംസ് എങ്ങനെയാണ് വരുന്നത്? ഞങ്ങളെല്ലാം ഇപ്പൊ മാംഗ്ലൂർ, കർണാടക ലോക്കൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ മെയിൻലി നടക്കുന്നത്. ഡയറക്റ്റ് ഓഫീസിൽ മാർക്കറ്റിംഗ് നടക്കുന്നതെല്ലാം ലോക്കൽ ബേസ്ഡ് ആണ്. കർണാടക സ്റ്റുഡൻസ് ആണ് ലോക്കൽ. കേരളത്തിൽ നമ്മൾ ഓൾറെഡി കുറച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി ആൾക്കാരുണ്ട്. അവരുമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ കുറച്ചും കൂടി വൈഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. സൂപ്പർ. അപ്പം നമുക്കിപ്പോ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞത്? ആക്ച്വലി നമ്മളുടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ നമുക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും. രജിസ്ട്രേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് അവരെ ഇതിനൊരു വർക്ക് ചെയ്യാൻ കാലിബറുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ക്ലാസ്സസ് അവരുടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ബേസിക് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്സും അതിന്റെ ലീഡ്സ് കാര്യങ്ങള് അതിന്റെ നിങ്ങൾ തന്നെ ഡീറ്റെയിൽ മാർക്കറ്റിംഗ്. അപ്പം എക്സാമ്പിൾ തിരുവനന്തപുരത്ത് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വ്യക്തിയുടെ പർട്ടിക്കുലർ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ തന്നെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവര് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എടുത്ത് കോഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഹോട്ട് ലീഡ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി കോൾഡ് ലീഡ്സിന് പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ആർക്കും ഇതുണ്ടാവില്ല.
അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോഴ്സ് നോക്കുന്ന കുട്ടികളായിരിക്കണം. ഓക്കെ, സൂപ്പർ. അവർ ഫൈനലി നമ്മൾ ത്രൂ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് അവർ പേ ചെയ്യുന്ന സമയത്ത് അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് നമ്മൾ ജസ്റ്റ് ഡയറക്ട്ലി ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും. സർ, ആക്ച്വലി ഇത്തരത്തിലുള്ള എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡീം ടു യൂണിവേഴ്സിറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ഒരുപാട് വേറെ കോളേജുകൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സർ ഈ ഒരു കോളേജുകൾക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് കമ്പാരിറ്റീവ്ലി അതർ കോളേജസ്, സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഹൗ ഇസ് ദ കോളേജ് ലൈഫ് ദേർ? നമുക്കിപ്പം കേരളത്തിലെ കോളേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. കാരണം മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. സൂപ്പർ. ഒത്തിരി കോളേജസ് ഉണ്ട് ഇവിടെ. അത് കാരണം തന്നെ അവര് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാ കോളേജസും ക്വാളിറ്റി കൂട്ടാൻ മറ്റൊരു കോളേജിനേക്കാളും കൂട്ടാനും എഡ്യൂക്കേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഇൻക്ലൂഡിംഗ് ഹയറിംഗ് അടക്കമുള്ള ഹയറിംഗ് അവര് ഏറ്റവും നല്ല കമ്പനികളെ അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കൊണ്ടുവരാൻ എല്ലാവരും തമ്മിൽ ചെയ്യുന്നു. പിന്നെ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഇവിടെ നമുക്ക് മനസ്സിലാവുമ്പോ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ നമ്മള് മലയാളം ആയിരിക്കുമല്ലോ ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അപ്പൊ കേരളത്തിൽ പഠിച്ചാൽ അതാണ് മെയിൻ ബുദ്ധിമുട്ട്. നമുക്കറിയാം ഇപ്പൊ പഠിച്ച ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ലാംഗ്വേജ് സ്കിൽ മെയിൻ. അതിന് വേണ്ടിട്ട് വേറൊരു ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കേണ്ട ആവശ്യം ലാംഗ്വേജ് 100% ഇംപ്രൂവ് ആവും ഇവിടെ നമ്മള് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ. സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി സൂപ്പർ ആണ്. അതുകൂടാതെ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഒന്നും ഒരു കംപ്ലൈൻസ് ഇതുവരെ ഇല്ല. പിന്നെ അവർക്ക് ഡ്രസ് അടക്കം ഒരു 70 ഡ്രസ് അടക്കം മാസത്തില് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട്. അതെല്ലാം ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. വേറെ കോളേജസിനെ പോലെ എക്സ്ട്രാ ഫീസസ് ഒന്നും യൂണിവേഴ്സിറ്റി കളക്ട് ചെയ്യുന്നില്ല. മനുഷ്യർ ഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 രൂപ പോലും എക്സ്ട്രാ ഫീസസ് ഇല്ല. ലൈക്ക് എക്സാം ഫീസ്, യൂണിഫോം ഫീസ്, അതുപോലുള്ള ഒരു ഫീസസും എക്സ്ട്രാ ഫീസസ്. കോളേജ് ഹോസ്റ്റൽ വൈഫൈ ഫെസിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്റ്റുഡന്റ് ലൈഫ് ഇപ്പോഴത്തെ കേസിൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റുഡന്റ് ലൈഫിനാണല്ലോ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ കോളേജിൽ പഠിച്ചാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അത് പെർഫെക്റ്റ് ആണ്. കാരണം അവര് എസ്പെഷ്യലി പാരന്റ്സ് ആണെങ്കിലും അതിൽ നല്ല പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ലോൺ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഫീസിന്റെ കേസിൽ ലോൺ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുള്ളത്? ലോൺ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിപ്പം എക്സാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മള് കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസിന്റെ ഒരു പാർട്ട് അടയ്ക്കേണ്ടി വരും. അത് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിലെല്ലാ അഫിലിയേഷൻ പേപ്പേഴ്സും എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും. അത് അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഈസിയാണ് കിട്ടാനല്ലേ, കാരണം യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഈസി ആയിരിക്കും. അതെ. എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ ആക്ച്വലി ഈ കഴിഞ്ഞ 2-3 വർഷത്തിൽ നിങ്ങളുടെ വളരെ അണ്ടറിൽ വന്ന ആൾക്കാരുടെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്റ്റോറീസ്? ഞങ്ങളുടെ ആക്ച്വലി ബേസിക്കലി കുറെ സ്റ്റുഡൻസ് തന്നെ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസ് നമ്മളുടെ ഒരു സിസ്റ്റം വെച്ച് അവരൊരു ഫസ്റ്റ് ഇയർ ഫീസ് മാത്രമേ അവർ അടക്കാറുള്ളൂ. നമ്മളുടെ സിസ്റ്റം വെച്ച് അവര് വർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫീസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ അവര് ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് ഏണിങ്സ് അവര് പഠിക്കുന്നതോട് കൂടെ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി പ്രശ്നമുള്ള കുറെ കുട്ടികൾ നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ലോൺ ആൾക്കാർക്ക് അവരുടെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ലോൺ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റുഡൻസിന്റെ അവരുടെ പാരന്റ്സ് തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റുഡൻസിന്റെ പാരന്റ്സ് തന്നെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു എക്സ്ട്രാ വരുമാനമായി. അതെ, അവർക്ക് എക്സ്ട്രാ വരുമാനമായി. ഈ ഫീൽഡിൽ തന്നെ നോർമൽ ജോലി ചെയ്യുന്നവർ മാറി ഈ ഫീൽഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. ഐ മീൻ ഫസ്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ടിങ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഓഫർ ചെയ്ത എമൗണ്ട് എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട്. സോ അവർ ലൈഫിൽ ഹാപ്പിയാണ്. ഒരു വർഷത്തിൽ 2-3 മന്ത്സ് മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നമ്മള് പണിയെടുക്കുന്ന ഒരു 5 വർഷം പണിയെടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ആ ഹബിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് സെറ്റിൽമെന്റ് അല്ലേ? ഇത് പക്കാ റിസ്ക് ഫ്രീ വർക്കാണ്. ഒരു ഹെഡേക്കും ഇല്ല. എവിടുന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ജസ്റ്റ് റെഫറൽ. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് ഓഫീസ് വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദുബായിലുള്ള വ്യക്തിക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ഫിൻലാൻഡിലുള്ള വ്യക്തിക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ജസ്റ്റ് ഓൾ ടച്ച് നമ്മള് നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ എനിക്ക് സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് എല്ലാം ലെജിറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ കമ്പനി ആണെങ്കിലോ കൺസൾട്ടൻസി ആണെങ്കിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലോ 100% ലെജിറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിൽ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പം ഇത് പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് ചെയ്യാം, വീട്ടമ്മമാർക്ക് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് വേണം. അത് ആക്ച്വലി ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്ന ആൾക്കാർക്കും
ഫോമിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അത് ഒരു ടൈം പീരീഡിൽ ഇവരുടെ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്തെടുക്കാം. അപ്പം കമ്മീഷൻ പറഞ്ഞു ഒരു റെഫറൽസിൽ മേ ബി അപ് ടു 1 lakh വരെ ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകൾ വരെ അവൈലബിൾ ആണ്. സോ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ഇൻകം വേണമെന്ന് നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്റെ ഫീസ് ചെലവുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്ന് നോക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇത് മിസ് ചെയ്യരുത്. ഡെഫിനറ്റ്ലി ഈ താഴെ കാണുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫീസ് ജേസിന്റെ ഓഫീസിലേക്ക് വിളിക്കാം അല്ലെ, കാര്യങ്ങൾ ചോദിക്കാം. അപ്പം ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.